നമസ്കാരം, ഞാൻ രാജലക്ഷ്മി തമ്പാമഠം. എല്ലാവർക്കും ഒരു പേടിയുള്ള സ്വപ്നമാണ്, പേടി സ്വപ്നമാണ് ശനി എന്ന് പറഞ്ഞാൽ. ശനി ബാധിച്ചു നളനെ, ശനിദശയിൽ നളൻ കൃത്യമായി ചെയ്യേണ്ട കലി ബാധിച്ചു. ശനി വന്നാൽ കലി വരിക എന്ന് പറയും, കലി കയറും. കലി കയറുക എന്ന് പറഞ്ഞാൽ ദേഷ്യം, വഴക്ക് ഇതൊക്കെ വരുമ്പോൾ നമ്മുടെ ഒരു കുടുംബത്തിൽ ഐശ്വര്യം ഇല്ലാണ്ടാവും. വഴക്കുള്ളിടത്ത് ദൈവം ഉണ്ടാവില്ല. വഴക്ക്, മദ്യപാനം, ചൂതാട്ടം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ദൈവാധീനം കുറയായിരിക്കും. ദൈവാധീനം വളരെയധികം കുറഞ്ഞിരിക്കും. അപ്പോൾ നമ്മൾ എന്തൊക്കെ സൽപ്രവൃത്തികൾ കയറും വഴക്കും ബഹളവും എന്നെല്ലാം പോകും. ശനി കയറുമ്പോഴാണ് ഈ വഴക്ക് വരുന്നത്. അങ്ങനെയാണ് ധാരണ എല്ലാവർക്കും. ശനി എന്ന് പറഞ്ഞാൽ ശനിദേവനെ പേടിക്കേണ്ടതുണ്ടോ? ഇല്ല. ശനിദേവനെ ഒരിക്കലും പേടിക്കേണ്ട. ശനീശ്വരൻ വളരെ നല്ല കാര്യങ്ങൾ തരുന്ന ആളാണ്. കർമ്മത്തിൽ, അതായത് 10ാം ഭാവത്തിൽ ശനി നിന്നാൽ നല്ല ജോലികൾ കിട്ടും. പക്ഷെ ശനിക്ക് ചില സ്ഥലങ്ങൾ മോശമായിട്ടുണ്ട്. മേടൻ രാശിയിൽ ശനി നിന്നാൽ നീചത്തിൽ ശനിയാണ്. അതേപോലെ തന്നെ ചിങ്ങത്തിൽ ശനി നിന്നാൽ ശത്രുശത ശനിയാണ്. ഈ കാലഘട്ടങ്ങളിൽ ഇങ്ങനെ ശനി നിൽക്കുന്നവർക്ക് ഈ കാലഘട്ടങ്ങളിൽ കർമ്മത്തിന് തടസ്സം വരിക, രോഗാവസ്ഥ വരിക, ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. 7ര ശനി, കണ്ടകശനി എന്ന് പറഞ്ഞാൽ 2 തരത്തിലുണ്ട്. ജന്മശനി, 7ര ശനി എന്ന് പറഞ്ഞാൽ 12ാം, അതായത് നമ്മുടെ നക്ഷത്രത്തിന്റെ, അതായത് ചന്ദ്രന്റെ 12ാം ഭാവത്തിൽ ശനി വരുമ്പോഴാണ് അതിനെ 7ര ശനി എന്ന് പറയുന്നത്. അത് ജന്മത്തിലേക്ക് മാറുമ്പോഴാണ് ജന്മശനി എന്ന് പറയുന്നത്. അത് 2ാം ഭാവത്തേക്ക് മാറുകയും അതും ശനിയാണ്. അങ്ങനെ 7.5 കൊല്ലം ശനിയുടെ ദോഷം ഉണ്ടായിരിക്കാം. ദോഷവും ഗുണവും ഉണ്ടാകും. ശനിയെ നമ്മൾ ശരിയായ രീതിയിൽ ആരാധിക്കുകയും ശബരിമല ദർശനം നടത്തുകയും ശനിയാഴ്ച തോറും അയ്യപ്പസ്വാമിയെ തൊഴുകയും മഹാദേവനെ തൊഴുകയും ചെയ്താൽ ശനി ദോഷം ഉണ്ടാകും. പങ്ക്ച്വാലിറ്റി കീപ്പ് ചെയ്താൽ ശനി ദോഷം വരില്ല. ഈ പങ്ക്ച്വാലിറ്റി കീപ്പ് ചെയ്താൽ വലിയ ബുദ്ധിമുട്ടാണ്. ശനിദോഷം വന്നവർ ശനിദോഷം ഏക്കാതിരിക്കാൻ ചെരുപ്പ്, തോലിൻ്റെ ലെതർ ചെരുപ്പുകൾ വാങ്ങിക്കാതെ സാധാരണ ചെരുപ്പ് വാങ്ങിക്കാം. ഒരു 6 മാസത്തിൽ കൂടി ചെരുപ്പ് ഉപയോഗിക്കാതിരിക്കുക. ആ ചെരുപ്പ് നമ്മൾ ഉപേക്ഷിക്കാം. ചെരുപ്പിൽ കൂടിയാണ് സാധാരണ കാല് കഴുകിയിട്ട് എപ്പോഴും. പഴയ കാലത്ത് കാല് കഴുകി കയറുക, കിണ്ടി വെള്ളമൊക്കെ വയ്ക്കുകയാണ്. കൊറോണ കാലത്ത് നമ്മൾ ആചരിച്ചിരുന്നു കാല് കഴുകിയിട്ട് കയറുള്ളൂ എന്ന് മാതിരി ചെരുപ്പ് റോട്ടിൽ നമ്മൾ പുറത്തുനിന്ന് വന്ന ചെരുപ്പിട്ട് അകത്തേക്ക് ഒരു കാരണവശാലും കയറരുതും. ചെരുപ്പ് ഊരിയിട്ടേ കയറാവും. കാരണം ആ ചെരുപ്പിൽ കൂടി നമുക്ക് നെഗറ്റീവ് എനർജിയൊക്കെ വരുന്നുണ്ട്. അപ്പൊ ശനി എന്ന് പറഞ്ഞാൽ പേടിക്കേണ്ട ഒരു ഗ്രഹമല്ല. ശനി എപ്പോഴും നമുക്ക് അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും തരുന്നതാണ്. ശനിദേവനെ പൂജിച്ചാൽ വളരെയധികം നല്ല കാലം ഉണ്ടാവും. അപ്പൊ ശനിക്ക് പ്രധാനമായിട്ട് ചെയ്യേണ്ടത് ശനിയാഴ്ച ദിവസങ്ങൾ ഒരിക്കലെടുക്കുകയും ശനിയാഴ്ച ദിവസങ്ങളിൽ ക്ഷേത്ര ദർശനം നടത്തുകയും ശനിയാഴ്ച ദിവസങ്ങളിൽ എള്ള് പായസം കഴിക്കുകയും ഒക്കെ ചെയ്താൽ നീരാഞ്ജനം കത്തിക്കാം. അയ്യപ്പസ്വാമിക്ക് നീരാഞ്ജനം കത്തിക്കാം. മഹാദേവന് ധാരാ പിൻവിളക്ക്, മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി ഇതെല്ലാം കൃത്യമായിട്ട് ചെയ്താൽ അവർക്ക് ശനിദോഷത്തെ കൊണ്ട് യാതൊരു ദോഷങ്ങളും ശനിദോഷം തോടിപ്പോവും. അത്രയ്ക്കും പവർഫുൾ ആണ്. പിന്നെ ശനി ഏക്കാതിരിക്കാനുണ്ട്. സുബ്രഹ്മണ്യനെ പ്രാർത്ഥിച്ചാൽ നല്ലതാണ്. ഗണപതി എടുത്ത് ശനിയാക്കില്ല. ഗണപതി ഭഗവാൻ, ഹനുമാൻ ഇവരെയൊക്കെ പ്രാർത്ഥിച്ചാൽ ശനിദോഷം മാറും. ഇപ്പൊ ശനി നീചത്തിൽ നിൽക്കുകയാണ്, മേടരാശി നിൽക്കുകയാണ്, ശനിദശയാണ്. 19 വർഷമാണ് ശനിദശ. ആ കാലഘട്ടങ്ങളിൽ ശനിദോഷങ്ങളിൽ രക്ഷപ്പെടാനായിട്ട് ഹനുമാൻ സ്വാമി പ്രാർത്ഥിക്കാം. പക്കപ്പിറന്നാൾ തോറും ഹനുമാൻ സ്വാമിക്ക് അഭിഷേകം ചെയ്യുക, വെറ്റിലമാല വയ്ക്കുക. ഇതൊക്കെ ചെയ്താൽ ശനിദോഷം നമുക്ക് പമ്പ കടക്കും. ഗണപതി ഭഗവാൻ വെള്ളിയാഴ്ച തോറും ഗണപതി കർഗമാല ചേർത്താലും ശനിദോഷത്തിന് പരിധിവരെ സമാധാനം ഉണ്ടാവും. അപ്പൊ ശനി എന്ന് പറഞ്ഞാൽ പേടിക്കേണ്ട ഗ്രഹമല്ല, ഛേദിക്കേണ്ട ഒരാളല്ല. ശനിയെ കൃത്യമായിട്ട് പ്രാർത്ഥിച്ചാൽ ശനീശ്വരൻ നമുക്കെല്ലാം തരും. ശനിദശ പോകുമ്പോൾ നമ്മൾ നല്ല സ്ഥലത്ത് എത്തിച്ചിട്ടേ പോകുള്ളൂ. കാരണം ശനിയിൽ വ്യാഴത്തിന്റെ അപഹാരമാണ്. അതാണ് ശനിയെപ്പറ്റി എനിക്ക് പറയാനുള്ളത്. ഈ 7ര ശനി വരുമ്പോൾ, 7ര ശനി എന്ന് പറഞ്ഞാൽ ചന്ദ്രന്റെ 12ൽ ശനി നിൽക്കുമ്പോഴാണ് 7ര ശനി. 7ര ശനി കാലത്ത് നമ്മൾ ചെറിയ കുട്ടികൾ ചെലവ് ധാരാളമായിരിക്കും. ചെറിയ കുട്ടികൾക്കാണെങ്കിൽ വിദ്യാഭ്യാസ തടസ്സം, സ്കൂളിൽ പോകാൻ പറ്റില്ല, ബുദ്ധിമുട്ടുകൾ, എന്തെല്ലാം ബുദ്ധിമുട്ടുണ്ടാവും. മധ്യവയസ്കരാണെങ്കിൽ അവർക്ക് ജോലിയിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. വയസ്സായവർക്കാണെങ്കിൽ രോഗാവസ്ഥകളൊക്കെ ഉണ്ടാവും. അപ്പൊ ശനി, 7ര ശനി എന്ന് പറയുമ്പോൾ നമ്മൾ ഉടനെ തന്നെ പോയി മഹാദേവനെ പ്രാർത്ഥിക്കുക. മഹാദേവന് ധാരാ പെരുവിളക്ക്, മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി ശനിയാഴ്ച തോറും നടത്തുകയും 3 മാസത്തിലൊരിക്കൽ തേൻധാരം നടത്തുകയും അയ്യപ്പസ്വാമിക്ക് എല്ലാ ശനിയാഴ്ചകളിലും നീരാഞ്ജനം കത്തിക്കുകയും ചെയ്താൽ ഈ ദോഷങ്ങൾ മാറും. പിന്നെ ശനിദോഷം മാറാനായിട്ട് ശരിക്കൊരു തിലകമൊക്കെ ഉണ്ട്, ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് തൊട്ടാലും ശനിദോഷം ഒരു പരിധിവരെ ഇല്ലാതെയാവും. അതാണ് ശനിയെപ്പറ്റി പറയുന്നത്. ഇനി അത് കണ്ടകശനി എന്ന് പറഞ്ഞാൽ കേന്ദ്രങ്ങളിൽ ശനി വരുമ്പോൾ അത് ജന്മം 4, 7, 10 ഈ ഭാഗങ്ങളിൽ ശനി വന്നാലാണ്. അതായത് നമ്മുടെ ചന്ദ്രന്റെ 4ാം ഭാവത്ത്, ഇപ്പം എക്സാമ്പിൾ അശ്വതി നക്ഷത്രക്കാരാണെങ്കിൽ ശനി എവിടെ വരണം? ശനി ഇപ്പം മേടം, ഇടവം, മിഥുനം, കർക്കിടക രാശി ശനി വരുമ്പോഴാണ് കണ്ടകശനി എന്ന് പറയുന്നത്. 7 എന്ന് പറയുമ്പോൾ മേടരാശി സംബന്ധിച്ച് തുലാത്തിൽ ശനി വരിക, തുലാൻ രാശിയിൽ ശനി വരിക.
അങ്ങനെ 4, 7, 10 ഈ ഭാഗങ്ങളിൽ ശനി വന്നാൽ അത് പിന്നെ അതുപോലെ മകരം രാശി ഇങ്ങനെ വരുമ്പോഴാണ് ശനിദോഷം കൂടുതലായിട്ട് സംഭവിക്കുന്നത്. അപ്പൊ ഈ ശനിദോഷം മാറാനായിട്ട് മഹാദേവന് ധാരാ പിൻവിളക്ക് മൃത്യുഞ്ജയ പാഞ്ഞില് ആഴ്ചയിൽ ചെയ്യുക. ശനി നീചസ്ഥാനത്താണ് നിൽക്കുന്നത്. ഹനുമാൻ സ്വാമിക്ക് പക്കപ്പറന്നാളോറും ധാര കഴിക്കുക, വെണ്ണ നിവേദ്യം ചെയ്യുക. അത് നമ്മുടെ യഥാശക്തിയാണ്. ധാര എന്തായാലും ചെയ്യണം. അഭിഷേകം ചെയ്തു. ഹനുമാൻ സ്വാമിക്ക് ധാരയല്ല, അഭിഷേകം എന്ന് പറയുന്നത്. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ശനിദോഷത്തിന് നല്ലൊരു മാറ്റമുണ്ടാവും. നമുക്ക് യാതൊരു ബുദ്ധിമുട്ടുകളോ ജോലിയിലോ ആരോഗ്യത്തിലോ പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കും. ഇതാണ് ശനിയെ പറ്റി എനിക്ക് പറയാനുള്ളത്.